നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തുടനീളം KSRTC ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവത്കരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി. കരുനാഗപ്പള്ളി KSRTC ഡിപ്പോയിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടങ്ങളും നാടിന് സമർപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ശൂരനാട് രക്തസാക്ഷിത്വ ദിനം 75ാം വാർഷികാചരണത്തിന് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടക്കുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കരുനാഗപ്പള്ളി KSRTC ഡിപ്പോയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചെറുബസുകൾ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി സംരംഭത്വം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തുടനീളം KSRTC ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവത്കരിച്ച് ആധുനീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കരുനാഗപ്പള്ളി KSRTC ഡിപ്പോയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യമായ ചെറുപ്പക്കാർക്ക് 25 ലക്ഷം രൂപ ചെലവാക്കിയാൽ ഒരു ചെറുപ്പക്കാരന് സംരംഭകനാകാൻ കഴിയുന്ന, അനേകം സംരംഭകരെ സൃഷ്ടിക്കാൻ കഴിയുന്ന, കേരളത്തിൽ നഷ്ടപ്പെടുന്ന നികുതിയെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന, ഗ്രാമീണ മേഖലകളിൽ എല്ലാവർക്കും വാഹനങ്ങൾ കിട്ടുന്ന ഒരു സംവിധാനം മോട്ടോർ വെഹിക്കിൾ ആക്ടിലുണ്ട്. അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ കേരളം അത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. അതോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങൾ, ഒരുപാട് സംരംഭകർ, ഗ്രാമീണ മേഖലകളിൽ വാഹനങ്ങൾ, KSRTC കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ചെറുപ്പക്കാർക്ക് ചെറിയ ബസ്സുകൾ വാങ്ങി സ്വയം ഓടിക്കാനും, ഭർത്താവ് ഓടിച്ച് ഭാര്യയ്ക്ക് കണ്ടക്ടർ ആവാനും, ഭർത്താവിനും ഒറ്റയ്ക്ക് ഡ്രൈവറും കണ്ടക്ടർ ആവാനും, കുടുംബം പോറ്റാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് വിഭാഗത്തെ കൊണ്ടുവരണം. മുൻ MLA R രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപയും CR മഹേഷ് MLAയുടെ ഫണ്ടിൽ നിന്നും 8 ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. ജീവനക്കാർക്ക് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വിശ്രമമുറികളും ഓഫീസും ഇതിൽ പ്രവർത്തിക്കും. CR മഹേഷ് MLA അധ്യക്ഷനായിരുന്നു. KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ G അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് AM ആരിഫ് MP മുഖ്യ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, നഗരസഭാ കൗൺസിലർ അഷിത S ആനന്ദ്, രാരാരാജ് R, GP പ്രദീപ് കുമാർ, PK ജയപ്രകാശ്, I ഷിഹാബ്, അഡ്വക്കേറ്റ് KA ജവാദ്, മനോഹരൻ നായർ, അബ്ദുൽ സലാം അൽഹന, രാജേഷ്, D സദാനന്ദൻ, തൊടിയൂർ താഹ, P രാജു, CG വിനീത്, V രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബസ്സിലെ കണ്ടക്ടർ ശ്രീലത, ഡ്രൈവർ സിറാജ് എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അതിർത്തി തർക്കത്തെ തുടർന്ന് വയോധികയ്ക്ക് അയൽവാസിയായ ബന്ധുവിന്റെ മർദ്ദനം. തുടയെല്ല് പൊട്ടിയ വയോധികയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഓടനാവട്ടം കുടവട്ടൂർ കട്ടയിൽ ആശാമുഖ സ്വദേശി 85 വയസ്സുള്ള സരസമ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. സരസമ്മയുടെ വീട്ടുകാരും സഹോദരിയുടെ മകളും തമ്മിൽ അതിർത്തി തർക്കം നാളുകളായി നിലനിൽക്കുകയാണ്. സരസമ്മയുടെ വീട്ടുകാരും സഹോദരിയുടെ മകളും തമ്മിൽ അതിർത്തി തർക്കം നാളുകളായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബന്ധു സരിത വഴിയിൽ നിന്നും മണ്ണെടുക്കുന്നത് സരസമ്മ ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെ വീട്ടിലെത്തിയ സരിത സരസമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പറയുകയും തിരികെ പോകും വഴി സരസമ്മയെ മുറ്റത്തേക്ക് തള്ളിയിടുകയുമായിരുന്നുവെന്നാണ് പരാതി. വീഴ്ചയുടെ ആഘാതത്തിലാണ് വയോധികയ്ക്ക് കാലിന്റെ തുടയെല്ലിന് സാരമായി പരിക്കേറ്റത്. ഇവരെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. സരിത സരസമ്മയെ തള്ളിയിടുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കരുനാഗപ്പള്ളിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പഴയ പോസ്റ്റ് ഓഫീസ് പൊളിച്ചു നീക്കിയിരുന്നു. നിലവിൽ വാടക കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ പോസ്റ്റ് മാസ്റ്ററുമായി ചർച്ച നടത്തി. കരുനാഗപ്പള്ളിയിൽ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കും. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി പോസ്റ്റ് മാസ്റ്ററുമായി നിലവിലെ സാഹചര്യം വിലയിരുത്തി. AM ആരിഫ് MP, CR മഹേഷ് MLA, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു എന്നിവരാണ് പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ് മാസ്റ്ററുമായി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. സ്വന്തമായുള്ള 11 സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിൽ ഇരുനില മന്ദിരം പോസ്റ്റ് ഓഫീസിന് വേണ്ടി നിർമ്മിക്കാനാണ് ആലോചന. ഇതിനുള്ള അനുമതി ലഭിച്ചാൽ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 4.5 കോടി രൂപയോളം പോസ്റ്റ് ഓഫീസിന് നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
ചവറ ഗ്രാമപഞ്ചായത്തിൽ സ്മാർട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടങ്ങളും ഉദ്ഘാടനം ചെയ്തു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചവറ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച അംഗനവാടി കെട്ടിടങ്ങളുടെയും സ്മാർട്ടാക്കിയ അംഗനവാടി കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനം നടത്തി. പഴഞ്ഞിക്കാവ് 137 നമ്പർ അംഗനവാടിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ സ്വന്തമായി കെട്ടിടമുള്ള എല്ലാ അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഉദ്ഘാടനം നടത്തിയത്. ഇതോടെ സ്മാർട്ട് അംഗനവാടികളുടെ എണ്ണം 14ആയി. ഇതോടൊപ്പം പുതുതായി നിർമ്മിച്ച 145, 161 നമ്പർ അംഗനവാടികളുടെ ഉദ്ഘാടനവും നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 37 നമ്പർ അംഗൻവാടി നവീകരിച്ച് സ്മാർട്ട് അംഗൻവാടിയായി പരിവർത്തനം ചെയ്ത് സമർപ്പിച്ചതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിമിഷങ്ങൾക്ക് മുമ്പ് നാട് മുറിച്ച് നിർവഹിച്ചത്. ഞാനും നിങ്ങളുമൊക്കെ അംഗനവാടിക്ക് അകത്ത് കയറി കുഞ്ഞുങ്ങളുടെ കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ അവസരമുണ്ടായവരാണ്. വളരെ മികവുറ്റ അടിസ്ഥാന സൗകര്യത്തോടു കൂടിയാണ് നിലവിലുള്ള 16 അംഗനവാടികൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യത്തോടും കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും വിനോദ വാർത്തകളും വിനോദ സംരംഭങ്ങൾ കാണാനുമുള്ള ടെലിവിഷൻ സംവിധാനത്തോടു കൂടിയിട്ടുള്ള സ്മാർട്ട് അംഗൻവാടി പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോഫിത സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ V രേഖാലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ അംഗൻവാടി ടീച്ചർമാർക്ക് കേന്ദ്ര വിഹിതമായി ശമ്പളത്തിൽ നൽകുന്നത് 5300 രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെയും 2200 രൂപ തദ്ദേശ സ്ഥാപനത്തിന്റെയും കൂടി വിഹിതം ചേർത്താണ് 12000 രൂപ അംഗൻവാടി ടീച്ചർമാരുടെ കൈകളിൽ എത്തുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച് ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം. എത്ര പ്രതിസന്ധിയാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അയൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ അംഗനവാടി ടീച്ചർമാർ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ 5 പഞ്ചായത്തിലും നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജിജി, പ്രിയാഷിനു, ഉഷാകുമാരി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി T ശിവകുമാർ, ബ്ലോക്ക് CDPO ഹിമി, PR ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റ് പാലിയേറ്റീവ് വാരാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടന്നു. വസ്ത്രം, ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയും നടത്തി. സമ്പൂർണ്ണ പാലിയേറ്റീവ് സംരക്ഷണ പഞ്ചായത്തായി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് വാരാചരണം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തി. കിടപ്പിലായ രോഗികളുടെ ആശ്രിതരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ വിവിധ കലാപരിപാടികളും നടന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന ആരോഗ്യവകുപ്പിന്റെ സന്ദേശപ്രകാരം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ അവശത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട സേവനങ്ങൾ നമ്മളിൽ ഓരോരുത്തരും നൽകുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സഹായങ്ങൾ വേണ്ട ആൾക്കാരാണ് നമ്മുടെ കിടപ്പിലായ രോഗികളെന്ന് പറയുന്നത്. എല്ലാ ഡോക്ടർമാരിൽ നിന്നും അല്ല ഹോസ്പിറ്റലുകളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുന്ന രോഗികൾ ദീർഘകാലം ഒരേ കിടപ്പിൽ കിടക്കുകയും അവരെ നോക്കാനും പരിചരിക്കാനും ഒന്നും സമയമില്ലാത്ത സമൂഹമാണ് ഇന്നുള്ളത്. ഓച്ചിറ പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അടുത്ത സാമ്പത്തിക വർഷം സമ്പൂർണ്ണ പാലിയേറ്റീവ് സംരക്ഷണ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. RD പത്മകുമാർ, ശ്രീലത പ്രകാശ്, അജുമൽ, സന്തോഷ് ആനേത്ത, ദിലീപ് ശങ്കർ, അനിജ, സുജാത, സരസ്വതി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാജ്, പ്രദീപ് വാര്യർ, മണിലാൽ, സിറാജുദ്ദീൻ, സെക്രട്ടറി R ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചത്. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ കുറച്ച് ദിവസമായി ഷിൽഡിയുടെ ബുക്ക് കിട്ടിയത്. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ വിട പറയുന്ന നിമിഷം എന്നൊരു പേജ് ഇതിനകത്ത് വായിച്ചു. 37ാമത്തെ പേജ് ബുക്കില് ഞാനത് വായിച്ച് കുറച്ച് സമയം എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. കണ്ണുനീരൊക്കെ നിറഞ്ഞിട്ട് അത്ര സങ്കടം. പുഴുവരിച്ച് കിടക്കുന്ന ഒരു വൃദ്ധപിതാവ്, 100 വയസ്സുള്ള വൃദ്ധപിതാവിന്റെ മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും യാദൃച്ഛികമായി പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടയിൽ
ശ്രീമതി ഷീലയുടെ ടീം അദ്ദേഹത്തെ കാണുകയും ചെയ്തു. എനിക്കതിൽ ഏറ്റവും വിഷമം തോന്നിയത് ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 90 വയസ്സിൽ നല്ല ബോധ്യത്തോടു കൂടിയുള്ള സംഭാഷണമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാനിതിൽ ഇത് പറയാൻ കാരണം നമുക്കെല്ലാം ഇടപെടാനേ കഴിയാറുള്ളൂ. പക്ഷേ അത് ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട് അല്ലേ. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി, ജെ ആദർശ്, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, CS ഭാഷ, മായ രാധാകൃഷ്ണൻ, SK യേശുനാഥ്, ഷാമില അനിമോൻ, K പുഷ്പദാസ്, ഹരിലാൽ, ലേഖ മുരളീധരൻ, ഷൈനി ഷിബു, ഷീജ റഷീദ്, രാജശ്രീ കമ്മത്ത്, ഗംഗാദേവി, ബിദുരാഘവൻ, ശ്രീകുമാർ, ഷിൽഡ സെബാസ്റ്റ്യൻ, K ഷീബ, MK നബീസത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി. രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷിക വാരാചരണത്തിന് തുടക്കമായി. CPM-ഉം CPI-യും സംയുക്തമായി ശൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പൊയ്ക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വാഹന റാലി, പ്രകടനം എന്നിവയോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കമായത്. അവർ നടന്നൊരു പാതയിലൂടെ അവർ പിടിച്ച കൊടിയുമായി ശൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ 75ാം വാർഷികാചരണത്തിന് തുടക്കമായി. CPM-ഉം CPI-യും സംയുക്തമായി ശൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ ദൈവത്തിന്റെയും പുറകിൽ ഒന്നോ ഏറെയോ സ്ത്രീകളുണ്ടായിരുന്നു. ഒരു അമ്മ, ഒരു പെങ്ങൾ, ഒരു ഭാര്യ, ഒരു മകൾ, അതെല്ലാം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരെല്ലാവരെയും ഒക്കും. ഈ പ്രസ്ഥാനം അവരുടെ എല്ലാവരുടെയും കണ്ണീരിന്റെയും ചോറുകളുടെയും ത്യാഗത്തിന്റെയും ഒടുക്കലിൽ കെട്ടിപ്പടുക്കപ്പെട്ട മഹാപ്രസ്ഥാനമാണെന്ന് നാം എക്കാലവും നോക്കും. ആ ബോധമാണ് നമ്മളെല്ലാവരെയും വ്യത്യസ്തമാക്കുന്നത്. ആ വ്യത്യാസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കടമയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിഹാസപരമായ ഏടാണ് ശൂരനാട് സംഭവം. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചരിത്ര നീക്കങ്ങൾ 75ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ആ ധീരന്മാരായ അമരന്മാരായ രക്തസാക്ഷികളെ അഭിമാനാദരവോടെ നാം സ്മരിച്ചു. 1950 ജനുവരി 18 ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ തണ്ടാശ്ശേരി രാഘവൻ പിന്നീട് ജയിലിൽ കിടന്ന് ഏറ്റവും വലിയ ക്രൂരമർദ്ദനത്തിനിരയായി നരാധമന്മാരായ പോലീസുകാരുടെ ആക്രമണത്തിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞു വീണ് മരിച്ച പരമേശ്വരൻ നായരും ഗോപാലപിള്ളയും. കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫ്നയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് അനീഷ് രവിയുടെ നിറവ് ചിത്രകലാ പ്രദർശനത്തിനും തുടക്കമായി. പ്രദർശനം 20-ന് സമാപിക്കും. കരുനാഗപ്പള്ളി വവ്വാക്കാവ് കുറുങ്ങപ്പള്ളി യാഫ്നയുടെ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് നിറവ് ചിത്രകലാ പ്രദർശനത്തിനും തുടക്കമായി. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കലാ സാംസ്കാരിക രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ കാലമായി നിറവ് 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അനുഗ്രഹീത ചിത്രകാരൻ ശ്രീ അനീഷ് കുറുങ്ങപ്പള്ളിയുടെ ചിത്രരചനയുടെ പ്രദർശനവും അതിൻ്റെ മത്സരവും നടത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ മുഖ്യാതിഥിയായി. 2 ദിവസങ്ങളിലായാണ് നിറവ് ചിത്രകലാ പ്രദർശനം നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 വരെയാണ് പ്രദർശനം. പ്രവേശനം സൗജന്യമാണ്. സംഘടനാ രക്ഷാധികാരി പെരുമാനൂർ രാധാകൃഷ്ണൻ, അനിൽ കുറുപ്പ്, ഉണ്ണി വട്ടത്തറ, കൺവീനർ ദീപു ആദിനാട്, കോർഡിനേറ്റർ ജയചന്ദ്രൻ മഹാരാജ, ആർട്ട് സെക്രട്ടറി പ്രസന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദേശം 20 വർഷത്തിനുള്ളിൽ തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വർക്കുകളാണ് ഈ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലാജീവിതം എന്ന് പറയുന്നത് മാവേലിക്കര രവിവർമ്മ കോളേജിൽ ഡിഗ്രി ചെയ്യുകയും BFA ചെയ്യുകയും BFAക്ക് ശേഷം ശാന്തിനികേതനിൽ 2012 MFA പാസ്സാകുകയും ചെയ്തിരുന്നു. പിന്നെ നിരവധി എക്സിബിഷനിൽ കേരളത്തിന് പുറത്തായിട്ട് ഡൽഹിയും ബോംബെ പല സ്ഥലങ്ങളിലും ഷോ നടത്തിയിട്ടുണ്ട്. എൻ്റെ ആദ്യമായിട്ടാണ് നമ്മുടെ കരുനാഗപ്പള്ളി, എൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള കരുനാഗപ്പള്ളിയിലേക്ക് ഒരു എക്സിബിഷൻ ഞാൻ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആലപ്പാട് പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ മീനൂട്ട് നടത്തി. 9ാം ഉത്സവത്തിന്റെ ഭാഗമായാണ് മീനൂട്ട് നടത്തിയത്. ഉത്സവ ബലിയുടെ ഭാഗമായി സമുദ്ര മത്സ്യത്തെ പ്രീതിപ്പെടുത്താനായാണ് ചടങ്ങ് നടത്തിയത്.
ആലപ്പാട് പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ 9ാം ഉത്സവത്തിന്റെ ഭാഗമായാണ് മീനൂട്ട് നടത്തിയത്. അമൃതാനന്ദമയി മഠത്തിലെ ശരണാമൃത ചൈതന്യ മുഖ്യാതിഥിയായിരുന്നു. നൂറുകണക്കിന് ഭക്തർ മീനൂട്ട് ചടങ്ങിൽ പങ്കെടുത്തു. ഉത്സവ ബലിയുടെ ഭാഗമായാണ് സമുദ്ര മത്സ്യത്തെ പ്രീതിപ്പെടുത്താനായി ചടങ്ങ് നടത്തിയത്. ക്ഷേത്ര ഭാരവാഹികളായ എം വത്സലൻ, എസ് ശ്യാംലാൽ, സി ചന്ദ്രബാബു, ഇ കൃഷ്ണദാസ്, ഡി ലെലിൻ, സലീംകുമാർ എന്നിവർ മീനൂട്ടിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ ക്ലാപ്പന കല്ലേശ്ശേരി ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉച്ചാര മഹോത്സവത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. ക്ലാപ്പന പെരുന്നാട് കല്ലേശ്ശേരിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് രേവതി പൊങ്കൽ നടന്നത്. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ഉച്ചാര മഹോത്സവത്തിന്റെയും ഭാഗമായാണ് രേവതി പൊങ്കൽ നടന്നത്. തുടർന്ന് തിരുമുടി എഴുന്നള്ളത്തോടുകൂടി പൊങ്കാല തർപ്പണവും നടന്നു. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഏറ്റവും വലിയ ഐശ്വര്യത്തിന്റെ പേരാണ് അഗ്നി. അതാണ് നിങ്ങളിപ്പോൾ തെളിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഇപ്പോൾ നമ്മൾ കത്തിച്ചു വച്ചിരിക്കുന്നത്. 8 ഐശ്വര്യങ്ങളിൽ ആദ്യത്തെ ഐശ്വര്യത്തിന്റെ പേരാണ് പ്രകാശം. ആദ്യത്തെ ഐശ്വര്യം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ആദ്യത്തെ ഐശ്വര്യത്തിന്റെ പേര് അണിമ. ഞാൻ ചെറുതാണ് എന്നെനിക്ക് സ്വയം ബോധ്യമാവുന്നതിന്റെ പേരാണ് ആദ്യത്തെ ഐശ്വര്യം. പെൺകുട്ടികൾക്ക് പേരിടാൻ പറ്റിയ പേരാണ്. അണിമ കഴിഞ്ഞാൽ അടുത്ത ഐശ്വര്യം ഉണ്ടാവും, താനേ ഉണ്ടാവും മഹിമ. പ്രസിഡന്റ് കള്ളേത്ത് ഗോപി, കൺവീനർ പി കെ സതീശൻ, സെക്രട്ടറി ആർ സുധാകരൻ കല്ലേശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തുടനീളം KSRTC ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവത്കരിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടക്കുകയാണെന്നും മന്ത്രി. കരുനാഗപ്പള്ളി KSRTC ഡിപ്പോയിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ചവറ ഗ്രാമപഞ്ചായത്ത് സ്മാർട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടങ്ങളും നാടിന് സമർപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ശൂരനാട് രക്തസാക്ഷിത്വ ദിനം 75ാം വാർഷികാചരണത്തിന് തുടക്കമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PP സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.